உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா முன் ஜென்மங்களின் ஏக்கங்கள் தீரும் வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா முன் ஜென்மங்களின் ஏக்கங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் உந்தயவால் நானே ஏங்குகிறேன் தேங்குகிறேன் உன் நினைவால் நானே அடைமழை வரும் அதில் நனைவோமே குளிர் காய்ச்சலோடு ஸ்நேகம் ஒரு போர்வைக்குள் இரு தூக்கம் குழு குழு பொய்கள் சொல்லி என்னை வெல்வாய் அது தெரிந்தும் கூட அன்பே மனம் அதையேதான் எதிர்பார்க்கும் എங்கே അനുഭവങ്ങളുണ്ട് നമുക്കറിയാം ഇവിടെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ മണ്ണിലായിരുന്നാലും കുരുക്ഷേത്ര യുദ്ധക്കളത്തിലേക്ക് നയിക്കപ്പെടുമ്പോ കുരുക്ഷേത്ര യുദ്ധക്കളം ഒരുങ്ങുമ്പോ അതിനൊരു മാന്യതയുടെ ഭാഷയുണ്ടായിരുന്നു ഒരു മാന്യമായ ഒരു അവസ്ഥയുണ്ടായിരുന്നു തങ്ങളുടെ രാജ്യത്തെ പണയം വെച്ച് തങ്ങളുടെ രാജ്യത്തെ സമ്പത്ത് പണയം വെച്ച് തങ്ങളുടെ രാജ്യത്തെ പണയം വെച്ച് അവസാനമായി തങ്ങളുടെ ഭാര്യയെ പണയം വെച്ച് എന്നിട്ട് ചൂട് കളിക്കുമ്പോഴും അവിടെ ശകുനി കള്ളക്കളി കളിച്ച് ഓരോന്നും സ്വന്തമാക്കുമ്പോഴും പാണ്ഡവർ തങ്ങളുടെ രാജ്യം നഷ്ടപ്പെടുമ്പോഴും വേദന തങ്ങളുടെ മനസ്സിൽ കാണിച്ചിരുന്നില്ല സമ്പത്ത് നഷ്ടപ്പെടുമ്പോഴും അവിടുന്ന് പാണ്ഡവർ വേദന മനസ്സിൽ പേറിയിരുന്നില്ല തങ്ങളുടെ ഭാര്യയെ പണയം വെക്കേണ്ടി വന്നപ്പോഴും അവിടുന്ന് വേദന മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷേ ഒരു സ്ത്രീത്വത്തിന് ചേരാത്ത വിധത്തിൽ ഒരു സ്ത്രീയോട് കാണിക്കാൻ പാടില്ലാത്ത അപമര്യാദ അവിടുത്തെ കൗരവപക്ഷം പാണ്ഡവപക്ഷത്തിലെ പാഞ്ചാലിയോട് കാണിച്ചപ്പോ അവിടുന്ന് ദ്രൗപദിയോട് കാണിച്ചപ്പോ അവസാനം അവിടുന്ന് പാഞ്ചാലി തന്റെ മുടി അഴിച്ചിട്ട് ഈ ക്രൂരതക്ക് ഒരു സ്ത്രീയോട് കാണിക്കാൻ പാടില്ലാത്ത അധർമ്മമായ അസത്യമായ അനീതിയുണ്ടല്ലോ ഈ അനീതി ഒരു സ്ത്രീയോടും കാണിക്കാൻ പാടില്ലാത്തതാണ് ഈ ഒരു സ്ത്രീയോട് കാണിക്കാൻ പാടില്ലാത്ത അനീതി പ്രവർത്തിച്ചവർക്കെതിരെ അധർമ്മം പ്രവർത്തിച്ചവർക്കെതിരെ ധർമ്മവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച ഈ കൗരവർക്കെതിരെ നിങ്ങൾ കൗരവർക്കെതിരെ പോരാടുന്നത് വരെ അല്ലെങ്കിൽ ഈ കൗരവരെ തോൽപ്പിക്കുന്നത് വരെ ഞാൻ അടിച്ചുട്ട മുടി അത് കെട്ടുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ യുദ്ധത്തെ കുറിച്ച് കൗരവർ പാണ്ഡവരുടെ ആലോചിച്ചിരുന്നില്ല കാരണം തങ്ങൾ വെച്ച പണയത്തിന്റെ ഫലമായി തങ്ങൾ തോറ്റത് കൊണ്ടാണ് തങ്ങൾക്ക് രാജ്യം നഷ്ടമായത് തങ്ങൾ തോറ്റത് കൊണ്ടാണ് തങ്ങൾക്ക് സമ്പത്ത് നഷ്ടമായത് തങ്ങൾ തോറ്റത് കൊണ്ടാണ് തങ്ങൾക്ക് ഭാഗ്യ നഷ്ടമായത് എന്ന മനസ്സ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ധർമ്മത്തിനും അപ്പുറത്തേക്ക് കടന്നുപോയപ്പോ അവസാനം യുദ്ധം ചെയ്യേണ്ടി വന്നു